വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും എസ്പെഷ്യലി ഗേൾസിൻ്റെ എല്ലാവരുടെ കയ്യിലും ഒരു ഐലൈനർ ഉണ്ടായിരിക്കില്ല. ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ കുഴപ്പമില്ല. ലൈക്ക് അതിൽ ഡാസ്ലർ ആണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് എങ്ങനെയാണ് ഐലൈനർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു കണ്ണ് എഴുതാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഡാസ്ലർ ആണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സെയിം ഒരു ബ്രാൻഡ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ അത്. ലൈക്ക് അത് കുറച്ചും കൂടെ കംഫർട്ടാണ് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയിട്ട് കാണുക. ഇതെന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ ഒരു സെയിം ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ പലതരത്തിൽ നമുക്ക് കണ്ണ് എഴുതാം എന്നുള്ളതാണ് ഐലൈനർ യൂസ് ചെയ്തിട്ട്. വേറെ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു കാജലും അതുപോലെ തന്നെ ഒരു ഐലൈനറും വെച്ചിട്ടാണ് നമ്മളിവിടെ ഓൾമോസ്റ്റ് ഒരു 7 to 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അതായത് ഓരോ ഒക്കേഷൻസിനനുസരിച്ച് നമുക്ക് പലതരത്തിൽ നമുക്ക് കണ്ണ് എഴുതാമല്ലേ. എന്നും ഒരേപോലെ കണ്ണ് എഴുതി പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ചേഞ്ച് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐലൈനർ ലുക്കാണ് ഇത്. ജസ്റ്റ് നമ്മൾ ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ മേലെ രണ്ട് സൈഡിലും, അതായത് കണ്ണിൻ്റെ ഇന്നർ പോർഷനിലും ഔട്ടർ കോർണറിലും, ആ രണ്ട് കോർണറിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. വളരെ തിന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് കോസ്റ്റ്യൂമിൻ്റെ കൂടെയും ഈ ഒരു ടൈപ്പ് ലുക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മുന്നേ ചെയ്ത അതേ ലുക്കിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു ഐലൈനർ ലുക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളൊരു വിങ്സ് ഇതിന് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നീട്ടി വിങ്സ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അതല്ലെങ്കിൽ ചെറിയ വിങ്സാണ് ഇഷ്ടമുള്ള വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഒരു ഫിഷി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഐലൈനർ ലുക്കാണ് ഇത്. നമ്മൾ നേരത്തെ വിങ്സ് വരച്ചില്ലേ അതേപോലെ തന്നെ മേലെ നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു വാട്ടർ ലൈൻ ഉണ്ടല്ലോ, അടിയിലത്തെ ആ വാട്ടർ ലൈനിൻ്റെ നേരെയായിട്ട് ജസ്റ്റ് ഒരു ലൈൻ മാത്രം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രണ്ട് പോർഷൻസും ജസ്റ്റ് കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് അത്. അത്രയേ ഉള്ളൂ ഈ ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലുള്ള ആ ഒരു പോയിന്റ് ചെയ്തത് കുറച്ചും കൂടെ നമ്മളത് ലെങ്ത് ആക്കുന്നുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെ അടിയിലും ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനും നമ്മൾ ഐലൈനർ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര കാണാനായിട്ട് കുറച്ചും കൂടെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കാണ്. എന്താ പറയുക, നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ വലുതാക്കിയിട്ട് ഇത് കാണിക്കും. കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സെലക്ട് ചെയ്യാവുന്ന ഒന്നാണിത്. നമ്മൾ കുറച്ച് ആദ്യം തന്നെ ഐലൈനർ മേലെ എഴുതുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു തിക്നെസ്സിലാണ് വേണ്ടത്, മാക്സിമം നമ്മൾ ആ ഒരു തിക്നെസ് കൂട്ടി എഴുതുമ്പോഴാണ് ആ ഒരു ബോൾഡ്നെസ് ശരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം ഒരു ലൈൻ ഔട്ടർ ലൈൻ പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ തിക്നെസ് കൂട്ടി വരണമെങ്കിൽ വരാം. പിന്നെ ഇന്നർ കോർണറിലൊക്കെ നമ്മൾ അതേപോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഔട്ടറിൻ്റെ അവിടെ വിങ്സ് ശരിക്കും നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു വിങ്സ് അല്ലേ വരച്ചുള്ളൂ. ഇവിടെ ആ വിങ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മേലെ വരയ്ക്കുന്ന അതേ ലൈൻ ഉണ്ടല്ലോ അവിടേക്ക് ജോയിൻ ചെയ്തിട്ട് തിക്കാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര തിക്കാക്കി സെയിം ആ ഒരു തിക്നെസ്സിൽ തന്നെയാണ് വിങ്സ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ലുക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ എടുത്ത് കാണിക്കാനായിട്ട് ഈ ഒരു ലുക്ക് നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. കുറച്ചൊരു കാറ്റ് ഐസ് ഒക്കെ ഈ ഒരു ലുക്കിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ സാധാരണ വിങ്സ് വെച്ചിട്ട് ഐലൈനർ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ആയിട്ട് നമ്മൾ കണ്ണ് വാലിട്ടിട്ട് എഴുതിയിരിക്കുകയാണ്. അതായത് ഡബിളായിട്ട് നമ്മൾ വിങ്സ് കാണിച്ചിരിക്കുകയാണ്. ഇതിന് സെയിം നമ്മൾ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ണ് വാല് ചെറുതായിട്ട് വരയ്ക്കുമ്പോൾ രണ്ടും, അതായത് കണ്ണിൻ്റെ മേലത്തെ വാട്ടർ ലൈനും താഴത്തെ വാട്ടർ ലൈനും ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും, അതായത് കണ്ണിൻ്റെ മേലെ ഭാഗത്തു നിന്ന് വരുന്നത് അതേ ഒരു ലൈനിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ വരയ്ക്കുക. അതുപോലെ തന്നെ താഴത്തെ വാട്ടർ ലൈൻ എന്ന് പറയുന്നത് അവിടെ നിന്നും കറക്റ്റ് കുറച്ചും കൂടെ ഒന്ന് പാരലായിട്ട് കാണാനായിട്ട് നമുക്കൊന്ന് വലിച്ചു പിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ കുറച്ചും കൂടെ ഒരു പാരലായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ചും കൂടെ ഒരു വൃത്തികേടോ അല്ലെങ്കിൽ അതൊരു സെപ്പറേഷൻ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ വാട്ടർ ലൈനിൻ്റെ അവിടേക്ക് ഈ വരച്ച ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് കയറ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫുള്ളല്ല, ഒരു കുറച്ചൊരു കാൽഭാഗത്തോളം കുറച്ച് നമ്മൾ നീട്ടി അത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു കണ്ടിന്യൂഷൻ തോന്നാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു രണ്ട് ലൈൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തോന്നൂല. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നർ കോർണറിൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീട്ടി വരച്ചിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് കുറേ നീളമുള്ള ടൈപ്പായിട്ട് നമുക്ക് ലെങ്തി ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ ഈ ഒരു ലുക്കിൽ.
വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് ഇതെന്ന് പറയുന്നത്. ഒന്നും ഐലൈനർ പോലും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു ബ്ലൂ കളറായിട്ടുള്ള കാജലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അത് പോയിൻറ്റഡ് ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്, കുറച്ചൊന്ന് എന്താ പറയുന്നത് സ്മഡ്ജ് ചെയ്ത പോലെയാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെ ഒരു ബോൾഡായിട്ടുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും കുറച്ചത് എന്താ പറയുക അധികം സ്പ്രെഡ് ആവാതെ പോയിൻറ്റൈസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് തിക്നെസ് കൂട്ടണം എന്നുള്ളവർക്ക് കൂട്ടാട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് നോർമലായിട്ട് കണ്ണ് താഴെ എഴുതുക, ജസ്റ്റ് അത് തിക്കായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് മാത്രം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ സ്മോക്കി ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്മോക്കി ഐസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലോ അല്ലെങ്കിൽ കാജലോ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാജലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ മേലെയുള്ള പോർഷൻ എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമുക്കങ്ങനെ കറക്റ്റ് ലൈൻ വരണമെന്നൊന്നുമില്ല, ഫുള്ളായിട്ട് നമ്മൾ അത് വെച്ച് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നോർമൽ കൺമഷിയാണുള്ളെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഫുള്ള് കണ്ണിൻ്റെ മേലെ മുഴുവൻ അത് വെച്ച് കവർ ചെയ്യുക. ഇതിപ്പോൾ തിക്കാവുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് അധികം അത്ര പോയിൻറ്റഡ് അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു ഭാഗം മുഴുവൻ അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെയും ചെയ്യുക. താഴെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലുക്ക് കാണിച്ചെന്ന കാരണം കൂടെ ഓൾറെഡി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ താഴെയും ആ ഒരു ലൈനിൽ തന്നെ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു ഇയർബഡ് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്മോക്കി അതിൻ്റെ എന്താ പറയുക ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ചിലവർക്ക് ഭയങ്കര ഡാർക്കാക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അതൊരു കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്താൽ മതി. ബ്രഷ് ഉപയോഗിക്കണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാതെ നോർമലായിട്ടുള്ള ഒരാൾക്കാർക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നാണ് പറയണത്. അപ്പോൾ മേലെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളൊരു ബ്ലാക്ക് ഐ ഷാഡോ ഇട്ട് എങ്ങനെ ഉണ്ടാവുക അതേപോലെ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കണത്. അപ്പോൾ മേലെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഒരു കറക്റ്റായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ ആയിട്ടുള്ള മേലെയും താഴെയുള്ള വാട്ടർ ലൈൻസ് ഉണ്ടല്ലോ, അതുമ്പോൾ കുറച്ച് കാജൽ എപ്പോഴും ഡാർക്ക് ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മൊത്തം നമ്മൾ കാണുമ്പോൾ ആ ഒരു ലുക്കിനൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ താഴെയും ജസ്റ്റ് ആ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കാജൽ യൂസ് ചെയ്തിട്ട് മേലെയും താഴെയും ആ ഒരു വാട്ടർ ലൈനിൽ നമുക്കൊന്ന് എഴുതി കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ രണ്ടും സ്മഡ്ജ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് നമ്മുടെ എന്താ പറയുക ഐലാഷസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസ്കാര ഇടാം. അപ്പോൾ മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ കാരണം പ്രത്യേകിച്ച് നമ്മൾ വേറെ തിക്കായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഒരു ബോൾഡായിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മസ്കാര ഇടണം. അപ്പോൾ മസ്കാര ഇടുന്നവർക്ക് ട്രൈ ചെയ്യാം. ഇൻ കേസ് മസ്കാര ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ അടുത്ത് ഐലൈനർ ഉണ്ടല്ലോ, ജസ്റ്റ് ഐലൈനർ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഐലാഷസിൻ്റെ മേലെയും താഴെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ലുക്കിന് ഒരു നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നും. കാരണം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ തിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐലാഷസ് ഭയങ്കര ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അറിയാം. ആകെ പെട്ടെന്ന് ചെയ്യണ കാരണം അവിടെ ഇവിടെയൊക്കെ ഇതായി. അപ്പോൾ നമ്മളത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കുറച്ചും കൂടെ. ഞാൻ ഈ ഒരു കണ്ണിൽ മാത്രമാണ് മസ്കാര ഇട്ടിരിക്കണേ, മറ്റേ കണ്ണിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും അവിടെ ഐലാഷസ് ഭയങ്കര തീരെ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ യൂസ് ചെയ്യാം. മസ്കാര ഇല്ലാത്തവർ ഐലൈനർ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ ഐലാഷസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്മോക്കി ഐസ് എന്ന് പറയുന്ന ഒരു ലുക്ക്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും ഒക്കെ പറയുക ഇങ്ങനെ ഒരു ചാനലുണ്ട്, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ ഇന്നും ഒരേ ലുക്കിൽ ഓഫീസിലോ കോളേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരേപോലെ കണ്ണൊക്കെ എഴുതിയിട്ട് പോകുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ലുക്കൊന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് പോകാനായിട്ട് നോക്കി വെക്കുക. അപ്പോൾ എന്താണ് ബാക്കിയുള്ളവരൊക്കെ സജഷൻ നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ചോദിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വേറെ പുതിയ ടോപ്പിക്കുമായിട്ട് കാണുമായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.